ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബയോളജി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. ഇതിൽ ഞാൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ തന്നെ 2 സെക്ഷനായിട്ടുള്ള ടോപ്പിക്സാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഡയറി സയൻസിൽ നിന്നും ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കുറച്ച് പോർഷൻസിനെ ആധാരമാക്കി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണും എനേബിൾ ചെയ്യണം. അപ്പം നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മിൽക്ക് കോമ്പോസിഷനാണ് കൊടുത്തിരിക്കുന്നത്. മിൽക്ക് കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ മിൽക്ക് ഈസ് എ സസ്പെൻഷൻ ഓഫ് പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് അതർ സോളിഡ്സ് ഇൻ വാട്ടർ. അപ്പോൾ മിൽക്ക് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സസ്പെൻഷനാണ്? പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് അതർ സോളിഡ്സ് ഇൻ വാട്ടർ ആണ്. മിൽക്ക് ഈസ് അപ്രോക്സിമേറ്റ്ലി 87.5% water, 3.8% butter fat, 8.6% solids not fat, SNF എന്ന് പറയും. ഓഫ് വിച്ച് ഈ SNFിൽ തന്നെ 4.6% ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്, 3.3% പ്രോട്ടീനും 0.8% വൈറ്റമിൻസ് ആൻഡ് മിനറൽസും കൂടെ ചേർന്നിട്ടാണ് 0.8% ഉള്ളത്. അപ്പോൾ ഈ വാട്ടർ കണ്ടൻറ്റ് 87.5% എന്ന് നമ്മൾ ജനറലായിട്ട് പറയുന്നതാണ്. ഓരോ അനിമൽസിൻ്റെയും മിൽക്കിൻ്റെ വാട്ടർ കോമ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ ഓരോ കമ്പോണൻസും ബട്ടർ ഫാറ്റ് ആണെങ്കിലും പ്രോട്ടീൻ കണ്ടൻറ്റ് ആണെങ്കിലും SNF ആണെങ്കിലും ഇതിലെല്ലാം തന്നെ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു പ്രത്യേക ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജനറലി മിൽക്കിൻ്റെ കോമ്പോസിഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അതിൽ തന്നെ വാട്ടർ എന്ന് പറയുന്നത് 87.5% ആണ്. ലാക്ടോസ് എന്ന് പറയുന്നത് 4.9% ആണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പം ടോട്ടൽ മിൽക്ക് എടുക്കുകയാണെങ്കിൽ മിൽക്കിൽ 3.2% ആണ് പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളത്. അതിൽ 87.5% വാട്ടറാണ്, 4.9% ലാക്ടോസ് ഉണ്ട്, പിന്നെ ബാക്കി 3.2% ആണ് നമ്മുടെ പ്രോട്ടീൻ ഉള്ളത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മിൽക്ക് പ്രോട്ടീൻ എല്ലാവർക്കും അറിയാം, കേസിനുണ്ട്. കേസിൻ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പ്രോട്ടീനിൽ 3.2%-ൽ കേസിൻ എന്ന് പറയുന്നത് 2.9% ആണ്. അതാണ് മിൽക്ക് പ്രോട്ടീൻ കേസിൻ എന്ന് അറിയപ്പെടുന്നത്. കേസിൻ കൂടാതെ ലാക്റ്റാൽബുമിനും ലാക്ടോഗ്ലോബുലിനും മിൽക്ക് പ്രോട്ടീൻസ് ആയിട്ടുണ്ട്. ലാക്റ്റാൽബുമിൻ എന്ന് പറയുന്നത് 0.52% ആണ്. ലാക്ടോഗ്ലോബുലിൻ എന്ന് പറയുന്നത് 0.2% ഉള്ളൂ. ഇനി ഫാറ്റ് കണ്ടൻറ്റ് എടുക്കുകയാണെങ്കിൽ 3.7% ആണ് ഫാറ്റ് കണ്ടൻറ്റ്. മിനറൽസ് എന്ന് പറയുമ്പോൾ 0.72% ആണ് മിനറൽസ്. ഇതിൽ കുറച്ച് വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം കേട്ടോ. അപ്പം മിനറൽസ് എന്ന് പറയുന്നത് മെയിനായിട്ടും കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. കാൽസ്യം എന്ന് പറയുന്നത് എത്രയാണ്? 0.12% ആണ്. ടോട്ടൽ മിനറൽസ് 0.72%-ൽ കാൽസ്യം 0.12% ആണുള്ളത്, ഫോസ്ഫറസ് 0.11% ആണുള്ളത്, ക്ലോറിൻ 0.11% ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ജനറൽ കോമ്പോസിഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഓരോ ആനിമൽസ് എടുക്കുകയാണെങ്കിൽ മിൽക്ക് വരുന്ന ഓരോ ആനിമൽസ് എടുക്കുകയാണെങ്കിൽ ഈ ഓരോ കോമ്പോസിഷനും വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് അറിയാം ഏതാണ്? കൗ എടുക്കുകയാണെങ്കിൽ കൗവിൻ്റെ മിൽക്കിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 87.5% ആണ്. ഫാറ്റ് കണ്ടൻറ്റ് എടുക്കുകയാണെങ്കിൽ 3.7%, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 3.3%, ലാക്ടോസ് എന്ന് പറഞ്ഞാൽ 4.7% ആണ്, മിനറൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 0.8% ആണ്. പിന്നെ വരുന്നതാണ് ഷീപ്പിലാണെങ്കിൽ 80.7% ആണ് വാട്ടർ. അതായത് വാട്ടർ കണ്ടൻറ്റ് കുറച്ച് കുറവാണ് കമ്പയർ ടു കൗ മിൽക്ക് അല്ലേ. കൗ മിൽക്ക് അതുപോലെ തന്നെ മറ്റ് മിൽക്കുകൾ നോക്കുവാണെങ്കിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കുറവാണ്, 80.7% ഉള്ള അത്യാവശ്യം കട്ടിയുള്ള മിൽക്കാണ്. ഫാറ്റ് എന്ന് പറയുന്നത് 8% ഉണ്ട്, പ്രോട്ടീൻ 5.6%, ലാക്ടോസ് 4.8%, മിനറൽസ് എന്ന് പറഞ്ഞാൽ 0.9% ആണുള്ളത്. അപ്പോൾ ഷീപ്പിൻ്റെ മിൽക്ക് നല്ല കൊഴുകൊഴുത്തുള്ള നല്ല കട്ടിയുള്ള പാലാണ്. ഇനി ഗോട്ടാണെങ്കിലോ ഗോട്ടിന് 87% ആണുള്ളത് വാട്ടർ കണ്ടൻറ്റ്. ഫാറ്റ് എന്ന് പറയുന്നത്
4%, പ്രോട്ടീൻ 3.6%, ലാക്ടോസ് 4.5%, മിനറൽസ് എന്ന് പറയുന്നത് 0.9% ആണ്. ഇനി ബഫലോ മിൽക്ക് എടുക്കുവാണെങ്കിൽ വാട്ടർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 82% ആണ്. ഫാറ്റ് എന്ന് പറയുന്നത് 7.9%, പ്രോട്ടീൻ കണ്ടന്റ് എന്ന് പറയുന്നത് 4.5%, ലാക്ടോസ് 4.8%, മിനറൽസ് എന്ന് പറയുന്നത് 0.8% ആണ്. ഇനി ഹോഴ്സ് നോക്കാം. ഹോഴ്സിൻ്റെ മിൽക്ക് നമ്മൾ അങ്ങനെ അധികം ഉപയോഗിക്കത്തില്ല എങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹോഴ്സ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ 89% വാട്ടറാണ്. ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് വെറും 1.9% ഉള്ളൂ. വളരെ വാട്ടറി ആയിട്ടുള്ള മിൽക്കാണ് കേട്ടോ. പ്രോട്ടീൻ എന്ന് പറയുന്നത് അതും കുറവാണ്, 2.5% ഉള്ളൂ. ലാക്ടോസ് 6.3% ഉണ്ട്. മിനറൽസും കുറവാണ്, 0.3% ഉള്ളൂ. ഇനി ഹ്യൂമൻ മിൽക്ക് എടുക്കുവാണെങ്കിൽ 87.6% വാട്ടറാണ്. ഇതെന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ പറ്റും, കൗ മിൽക്കുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ്. 87.6% വാട്ടറാണ്. ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 4% ആണ്. പ്രോട്ടീൻ വളരെ കുറവാണ്, 1.2% ഉള്ളൂ. ലാക്ടോസ് 7% ഉണ്ട്. മിനറൽസ് എന്ന് പറയുന്നത് 0.2% ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹ്യൂമൻ മിൽക്കിനോട് കുറേ ഏറെ സാമ്യമുള്ള മിൽക്ക് ഏതാണെന്ന് വെച്ചാൽ ഏത് പറയും? നമ്മൾ വാട്ടർ കണ്ടൻറ്റിലൊക്കെ ആണെങ്കിലും ഗോട്ടിൻ്റെ മിൽക്കാണെന്നാണ് പറയുന്നത് കേട്ടോ. കൗ മിൽക്ക് വാട്ടർ കണ്ടൻറ്റ് ഏകദേശം കൗ മിൽക്കുമായിട്ട് സിമിലർ ആണെങ്കിലും ഗോട്ടിൻ്റെ മിൽക്കാണ് ഹ്യൂമൻ മിൽക്കുമായിട്ട് കുറേയേറെ സിമിലർ ആയിട്ടുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം വാട്ടർ കണ്ടൻറ്റ്, മെയിനായിട്ടും കൗ, ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ. ഹ്യൂമൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഈ 4 അനിമൽസിൻ്റെയും നിങ്ങൾ അത് നോക്കി വെക്കണം. പല എക്സാംസിനും മാറി മാറി ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. വാട്ടർ കണ്ടൻറ്റ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് കണ്ടൻറ്റും ചോദിച്ചിട്ടുണ്ട്. ചിലപ്പം ലാക്ടോസിൻ്റെ കണ്ടൻറ്റും ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേബിളാണ്. പിന്നെ അതർ കോമ്പൗണ്ട്സ് നോർമലി ഫൗണ്ട് ഇൻ മിൽക്ക്. ഇത് കൂടാതെ ബാക്കി ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ് എന്ന് നോക്കാം. ആസിഡ്സ് ഉണ്ട്. ആസിഡ്സിൽ സിട്രേറ്റ് ഉണ്ട്, ഫോമേറ്റ് ഉണ്ട്, അസറ്റേറ്റ് ഉണ്ട്, ലാക്ടേറ്റ് ഉണ്ട്, ഓക്സാലേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മിൽക്ക് എന്ന് പറയുന്നത് എൻസൈംസും ഉള്ള ഒരു സൊല്യൂഷനാണ്. മെയിനായിട്ടും പെറോക്സിഡേസ്, കാറ്റലേസ്, ലിപ്പേസ്, ഫോസ്ഫറ്റേസ് ഒക്കെയാണ് മിൽക്കിലുള്ള എൻസൈംസ്. ഇനി ഗ്യാസസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മെയിനായിട്ടും വൈറ്റമിൻ എ ഉണ്ട്, സി, ഡി, ബി കോംപ്ലക്സ്, അതായത് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ വരുന്ന ഒട്ടുമിക്ക വൈറ്റമിൻ ബി ഈസും ഈ മിൽക്കിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി മിൽക്ക് ഹാസ് വെൽ ഡിഫൈൻഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പം മിൽക്കിൽ മെയിനായിട്ട് 3 ഫേസ് ആണുള്ളത്. എമൽഷനായിട്ടും ഉണ്ട്. ഈ മിൽക്കിലെ കമ്പോണൻസ് എല്ലാം തന്നെ 3 ഫേസിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എമൽഷനായിട്ടുണ്ട്, പിന്നെ കൊളോയിഡ്സ് ആയിട്ടുണ്ട്, സൊല്യൂഷനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്ന് നമുക്ക് പറയാം. സൊല്യൂഷനായിട്ട് മിൽക്കിൽ ഏത് കോമ്പൗണ്ടാണ് സൊല്യൂഷനിൽ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ലാക്ടോസും മിനറൽസുമാണ് സൊല്യൂഷനായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി സസ്പെൻഷനായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? കൊളോയിഡ് പാർട്ടിക്കിൾസ്. സോ സ്മോൾ ദേ വിൽ നോട്ട് സെറ്റിൽ ഡൗൺ. അപ്പം കൊളോയിഡ് പാർട്ടിക്കിൾസ് ആണ്, അപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് അവർ സെറ്റിൽ ആവത്തില്ല. അപ്പോൾ മിൽക്കിലെ പ്രോട്ടീൻ, അതായത് കേസിൻ എന്ന് പറയുന്നത് ഏത് ഫേസിലാണെന്ന് ചോദിച്ചാൽ സസ്പെൻഷനായിട്ടാണ് കാണപ്പെടുന്നത്. ലാക്ടോസ് ആണെങ്കിൽ സൊല്യൂഷനാണ് കാണപ്പെടുന്നത്, പ്രോട്ടീൻസ് സസ്പെൻഷനായിട്ടാണ് കാണപ്പെടുന്നത്. ഇമൽഷൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാത്ത കോമ്പൗണ്ട്സ് അല്ലേ ഇമൽഷൻ എന്ന് പറയുന്നത്. അപ്പം ബട്ടർ ഫാറ്റ്, അതായത് മിൽക്കിൻ്റെ ഫാറ്റ് എന്ന് പറയുന്നത് ഇമൽഷൻ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇനി മിൽക്ക് ലിപ്പിഡ്സ് നോക്കാം. മിൽക്ക് ലിപ്പിഡ് എന്ന് പറയുന്നത് ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ ആണ്. ഓക്കെ, മിൽക്കിൽ ലിപ്പിഡ് കാണപ്പെടുന്നത് എങ്ങനെയാണ്? ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ ആണ്. അതിപ്പോൾ മാറിപ്പോയി, വാട്ടർ ഇൻ ഓയിൽ, ഓയിൽ ഇൻ വാട്ടർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഇൻ വാട്ടർ, അതായത് മിൽക്ക് എടുക്കുവാണെങ്കിൽ മിൽക്കിൽ ഏറ്റവും കൂടുതലുള്ളത് വാട്ടറാണ് അല്ലേ, കുറച്ച് അളവിലേ ഓയിലുള്ളൂ. അപ്പം ചെറിയൊരു സാധനം വലിയൊരു കോമ്പൗണ്ടിലുണ്ടെന്ന് പറയുമ്പം ഓയിൽ ഇൻ വാട്ടർ ഇമൽഷൻ അങ്ങനെ ഓർത്താൽ മതി. ഓയിൽ വാട്ടറിൽ, അങ്ങനെയാണ് മിൽക്ക് ഇൻ ലിപ്പിഡ്സ് കാണപ്പെടുന്നത്. ഇനി കൊളോയിഡൽ ഫേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു മിൽക്ക് പ്രോട്ടീൻസ് ആണ്. കേസിൻ, മൈസിൽസ് ഉണ്ട്, കാൽസ്യം ഫോസ്ഫേറ്റ് ഉണ്ട്, ഗ്ലോബുലാർ പ്രോട്ടീൻസ് ഒക്കെ കൊളോയിഡൽ ഫേസിലാണ് കാണപ്പെടുന്നത്. വേ പ്രോട്ടീനും കൊളോയിഡൽ സൊല്യൂഷനിലാണ് കാണപ്പെടുന്നത്.
ഈ ട്രൂ സൊല്യൂഷനിൽ ഏതൊക്കെയാണ് കാണപ്പെടുന്നത്? ലാക്ടോസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻസ്, ആസിഡ്സ്, എൻസൈംസ്, ഇനോർഗാനിക് സാൾട്ടുകൾ എല്ലാം തന്നെ സൊല്യൂഷനാണ് കാണപ്പെടുന്നത്. ഇനി മിൽക്ക് ഫാറ്റ് എടുക്കുവാണെങ്കിൽ മിൽക്ക് ഫാറ്റിൻ്റെ കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ്? ട്രൈ, ഡൈ, മോണോഗ്ലിസറൈഡ്സ് ആയിട്ടാണ് മിൽക്ക് ഫാറ്റ് കാണപ്പെടുന്നത്. ഏകദേശം 98.98% ട്രൈ അല്ലെങ്കിൽ ഡൈ അല്ലെങ്കിൽ മോണോഗ്ലിസറൈഡ്സ് ആയിട്ടാണ് മിൽക്ക് ഫാറ്റ് കാണപ്പെടുന്നത്. അത് കൂടാതെ തന്നെ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, സ്റ്റിറോയിഡ്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ എ, അതായത് ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ADEK, വൈറ്റമിൻ ADEK, ഇവരെല്ലാം തന്നെ മിൽക്ക് ഫാറ്റിൽ കാണപ്പെടുന്ന കമ്പോണൻസ് ആണ്. Then milk fat globules covered by a thin membrane from secretory cells help prevent coalescence and flocculation, protects fat from enzymatic action. അതായത് നമ്മുടെ മിൽക്ക് ഫാറ്റ് മിൽക്കിൽ കാണപ്പെടുന്നത് ഗ്ലോബ്യൂൾസ് ആയിട്ടാണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫാറ്റിനെ എൻസൈമാറ്റിക് ആക്ഷനിൽ നിന്ന് എന്താണ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കറിയാം മിൽക്കിൽ ഒരു എൻസൈംസ് എന്ന് പറയുന്നത് ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഈ മിൽക്കിലുള്ള എൻസൈംസ് മിൽക്ക് ഫാറ്റിനെ എന്താണ് ഡിസ്ട്രക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. പ്രോപ്പർട്ടീസ് എനേബിൾ ദ പ്രൊട്ടക്ഷൻ ഓഫ് ബട്ടർ, വിപ്ഡ് ക്രീം ആൻഡ് ഐസ്ക്രീം. അപ്പോൾ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിട്ട് കാണപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് ഇവരുടെ എന്തെല്ലാം ബട്ടർ ആവാനും വൈപ്ഡ് ക്രീമും ഐസ്ക്രീമും ഒക്കെ ഉണ്ടാക്കാനുള്ള ഈ മിൽക്കിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാകാനായിട്ട് കാരണം. പിന്നെ ഹോമോജനൈസേഷൻ ഉണ്ട്. ഡിക്രീസസ് ഡയമീറ്റർ മേക്കിംഗ് ദ മോർ സ്റ്റേബിൾ ഇൻ സസ്പെൻഷൻ. അതായത് ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിൻ്റെ ഡയമീറ്റർ ഒക്കെ കുറച്ചിട്ട് നമ്മുടെ മിൽക്കിൽ കംപ്ലീറ്റ്ലി സോലുബിൾ ആക്കുന്ന, സ്റ്റേബിൾ സസ്പെൻഷൻ ആക്കുന്ന പ്രോസസ്സിനെയാണ് ഹോമോജനൈസേഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ മിൽക്കിൻ്റെ ഫാറ്റ് ഗ്ലോബ്യൂൾസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ മിൽക്ക് ഫാറ്റിലാണെങ്കിൽ മോർ ദാൻ 200 ഡിഫറെൻറ്റ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ദെൻ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് 65% ആണ്. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് 25% ആണ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് 10% ആണ്. ഇനി നമുക്ക് സോളിഡ്സ് നോട്ട് ഫാറ്റ് നോക്കാം. മിൽക്കിലെ SNF നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് SNF എന്ന് പറയുന്നത്. മിൽക്കിലെ സോളിഡ്സ് നോട്ട് ഫാറ്റ് എന്ന് പറയുന്നത് ഫാറ്റ് അല്ലാത്ത മറ്റ് സോളിഡ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അത് ഏതൊക്കെയാണ്? പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 3.2% ആണ്. ഇതിൽ 3/4 കേസീൻ ആണ് അല്ലേ? പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത് കേസീൻ പ്രോട്ടീൻ ആണ്. അത് കൂടാതെ തന്നെ ഏതൊക്കെയുണ്ട്? ലാക്ടോഗ്ലോബുലിനുണ്ട്, ലാക്ടാൽബുമിനും ഉണ്ട്. പിന്നെ ഇതുണ്ട് ലാക്ടോസ് ഉണ്ട് അല്ലേ? ലാക്ടോസ് എന്ന് പറയുന്ന അതർ SNF ആണ്. 4.6% ഉണ്ട്. പിന്നെ മിനറൽസ് ഉണ്ട്. 0.65% ആണ് മിനറൽസ് ഉള്ളത് SNFൽ. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മിനറൽസ് എന്ന് പറയുന്നത്? കാൽസ്യം ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, സിട്രേറ്റ് ഉണ്ട്, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, സിങ്ക്, ക്ലോറിൻ, അയൺ, കോപ്പർ, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് ആണ്. പിന്നെ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ 0.18% ആണ്. എൻസൈംസ് ഉണ്ട്, പിന്നെ ഗ്യാസസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ B കോംപ്ലക്സും ഉണ്ട്. അതുപോലെ തന്നെ ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള ADEK വൈറ്റമിൻസും കാണപ്പെടുന്നുണ്ട്. സിയും ഉണ്ട്, വൈറ്റമിൻ സിയും ഉണ്ട്. ഇനി മിൽക്ക് പ്രോട്ടീൻ്റെ കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ മെയിനായിട്ടും കേസീനും ഉണ്ട്, വേ പ്രോട്ടീനും ഉണ്ട്. കേസീൻ എന്ന് പറയുന്നത് ഏകദേശം 80% ആണ് മിൽക്ക് പ്രോട്ടീൻ്റെ. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോട്ടീനിൽ 20% ആണ് ഉള്ളത്. ഓക്കെ, കേസീൻ എന്ന് പറയുമ്പം അതിൽ 3 കമ്പോണൻ്റ് ആണുള്ളത്. ഇത് കുറച്ചും കൂടെ ഡെപ്തിലുള്ളതാണ്. നിങ്ങൾ കേട്ടിരുന്നോ? ചിലപ്പോൾ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ വന്നാലോ. കേസീൻ എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആൽഫ കേസിനുണ്ട്, ബീറ്റ കേസിനുണ്ട്, കാപ്പ കേസിനുണ്ട്. വേ പ്രോട്ടീനിലാണെങ്കിൽ ഏതൊക്കെയാണുള്ളത്? ആൽഫ ലാക്ടാൽബുമിനും, ബീറ്റ ലാക്ടോഗ്ലോബുലിനും, ദെൻ ഇമ്മ്യൂണോഗ്ലോബുലിൻസിനൊക്കെയാണ് വേ പ്രോട്ടീനിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ കേസിൻ്റെ 3 കമ്പോണൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആൽഫ കേസിൻ, ബീറ്റ കേസിൻ, കാപ്പ കേസിൻ. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ദെൻ വേരിയസ് പ്രോട്ടീൻസ് ഇൻ മിൽക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മിനറൽസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ആസിഡിറ്റി അല്ലേ? ഫ്രഷ് മിൽക്കിൻ്റെ pH എന്ന് പറയുന്നത് 6.5 to 6.7 ആണ്. at 25 degrees Celsius. Okay,
ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രഷ് മിൽക്കിൻ്റെ pH എന്ന് പറയുന്നത് 6.5 to 6.7 ആണ്. ഇനി വിസ്കോസിറ്റി നോക്കുവാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എമൗണ്ട് ഓഫ് ഫാറ്റ്, സൈസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ക്ലസ്റ്ററിങ് ഓഫ് ഗ്ലോബ്യൂൾസ്. ഹോമോജനൈസേഷൻ ആൻഡ് ഏജിങ് ഇൻക്രീസസ് ദ വിസ്കോസിറ്റി. അപ്പോൾ ഹോമോജനൈസേഷൻ പ്രോസസ്സും അതുപോലെ ഏജിങ്ങും എല്ലാം തന്നെ വിസ്കോസിറ്റിയെ കൂട്ടുന്ന പ്രോസസ്സാണ്. ഈ അസിഡിറ്റി പറയുമ്പോൾ, അതായത് നമ്മൾ ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് എന്ന് പറയുമ്പോൾ അത് സ്ലൈറ്റ്ലി അസിഡിക് ആണ്. ഓക്കെ, ദെൻ ഫ്രീസിംഗ് പോയിന്റ് നോക്കാം. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് -0.55 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അങ്ങനെയുള്ള ഒരു സൊല്യൂഷനിലേക്ക് 1% വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും. എങ്ങനെയാണ്? -0.0055 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറയാണ് ചെയ്യുന്നത്. ഇനി ബോയിലിംഗ് പോയിന്റ് ഓഫ് മിൽക്ക് എടുക്കുകയാണെങ്കിൽ 100.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇപ്പം ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് മിൽക്കിൻ്റെ ബോയിലിംഗ് പോയിന്റ്. അത് നമുക്ക് മിൽക്കിലുള്ള അഡൾട്ടറേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മളിപ്പം വാട്ടറിന് ഒരു ബൗളിൽ വാട്ടർ നമ്മൾ ബോയിൽ ചെയ്യാൻ വെക്കുന്നു, അതുപോലെ തന്നെ മറ്റൊരു ബൗളിൽ നമ്മൾ മിൽക്ക് ബോയിൽ ചെയ്യാൻ വെക്കുകയാണെങ്കിൽ വാട്ടർ ആയിരിക്കും പെട്ടെന്ന് ബോയിലാവുന്നത്. ഇനി നമ്മൾ വെച്ചിരിക്കുന്ന മിൽക്കിൽ വാട്ടർ ഒരു അഡൾട്ടറൻ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിൽക്ക് പെട്ടെന്ന് ബോയിലാവാൻ തുടങ്ങും. അത് നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, മിൽക്ക് അഡൾട്ടർ ആണോ അല്ലയോ എന്ന്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇത് MCQയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. അതായത് ഫ്രീസിംഗ് പോയിന്റ്, കൗ മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -0.547 ആണ്. ബഫലോ മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -0.549 ആണ്. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ പോയിന്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. കളർ ഓഫ് മിൽക്ക് നോക്കാം. യെല്ലോ ടിൻറ്റ്, നമ്മുടെ മിൽക്കിൻ്റെ യെല്ലോ ടിൻറ്റ് കൊടുക്കുന്നത് കരോട്ടിനോയിഡ്സ് ആണ്. ഇനി കൗ മിൽക്കിൻ്റെ കളർ എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ യെല്ലോയിഷ് ക്രീമി വൈറ്റ് ആണ് കൗ മിൽക്കിനുള്ളത്, യെല്ലോയിഷ് ക്രീമി വൈറ്റ്. ബഫലോ മിൽക്ക് ആണെങ്കിലോ, ബഫലോ മിൽക്കിന് ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ് ഉള്ളത്. ഇതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ ആണ്. ഇനി ടൈട്രേറ്റബിൾ അസിഡിറ്റി എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി പ്രോപ്പർട്ടിയാണ് മിൽക്കിൻ്റെ. ബട്ട് ടൈട്രേറ്റബിൾ അസിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ടോട്ടൽ അസിഡിറ്റി വിച്ച് മെഷേഴ്സ് ദ ടോട്ടൽ ആസിഡ് കണ്ടന്റ് ഇൻ എ ഫുഡ്. ഒരു ഫുഡിലെ ടോട്ടൽ ആസിഡ് കണ്ടന്റിനെ മെഷർ ചെയ്യുന്ന ഒരു മെഷർമെൻ്റ് ആണ് ടൈട്രേറ്റബിൾ അസിഡിറ്റി എന്ന് പറയുന്നത്. ടൈട്രേറ്റബിൾ അസിഡിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ അസിഡിറ്റി പ്ലസ് ഡെവലപ്ഡ് അസിഡിറ്റി ആണ്. നാച്ചുറൽ അസിഡിറ്റിക്ക് കാരണം നമ്മുടെ മിൽക്കിലുള്ള സോളിഡ്സ് നോട്ട് ഫാറ്റ് അഥവാ SNF ആണ്. ഡെവലപ്ഡ് അസിഡിറ്റിക്ക് കാരണം ലാക്റ്റിക് ആസിഡ് ആണ്. അതായത് ബാക്ടീരിയയുടെ ലാക്റ്റിക് ആസിഡ്, ലാക്ടോബാസിലസ് കാരണം ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് ആണ് ഡെവലപ്ഡ് അസിഡിറ്റിക്ക് കാരണം. ഇനി കൗ മിൽക്കിൻ്റെ ടൈട്രേറ്റബിൾ അസിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ 0.13 to 0.14% ആണ്. ഇത് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഫുഡ് സേഫ്റ്റി എക്സാമിൽ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഈ ഒരു പോയിന്റ്. ദെൻ ബഫലോ മിൽക്ക് എന്ന് പറയുന്നതിൻ്റെ ടൈട്രേറ്റബിൾ അസിഡിറ്റി 0.14 തൊട്ട് 0.15% ആണ്. ഇനി pH നോക്കുവാണെങ്കിൽ കൗ മിൽക്കിൻ്റെ pH 6.5 ആണ്. ബഫലോ മിൽക്കിൻ്റെ pH 6.7 to 6.8 ആണ്. ബഫലോ മിൽക്കും കൗ മിൽക്കുമാണ് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് മിൽക്കും ഇൻക്ലൂഡ് ചെയ്തത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ എ ഡെൻസിറ്റി ഓഫ് ടെസ്റ്റ് സാമ്പിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏത് സബ്സ്റ്റൻസ് ആണോ അതിൻ്റെ ഡെൻസിറ്റിയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. കൗ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.028 to 1.030 ആണ്. ബഫലോ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.030 to 1.032 ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. ഇനി വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഫാറ്റ് ആണെങ്കിൽ 0.93 ആണ്. പ്രോട്ടീൻ ആണെങ്കിൽ 1.34 ആണ്. ദെൻ സാൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 4.12 ആണ്. SNFൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.6, ലാക്ടോസിൻ്റെ 1.6. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? മെയിനായിട്ട് മിൽക്കിൻ്റെ കോമ്പോസിഷൻസ് പറഞ്ഞു. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിൽക്കിൻ്റെ കോമ്പോസിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താണ്?
അതിലെ ഓരോ മിൽക്ക് തരുന്ന ആനിമൽസിലെയും പ്രോട്ടീൻ കണ്ടൻറ്റ്, വാട്ടർ കണ്ടൻറ്റ്, ഓരോന്നിലുള്ള മിൽക്ക് കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്കാണ് അല്ലേ. ദെൻ ഫാറ്റിനെ പറ്റി പറഞ്ഞു, SNFനെ പറ്റി പറഞ്ഞു, പ്രോട്ടീനെ പറ്റി പറഞ്ഞു. ദെൻ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി പറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് BAS സ്റ്റാൻഡേർഡ്സ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് നോക്കാം. സിലബസിലുള്ള സെയിം സംഭവങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. ബെല്ലൈക്കൺ, അതായത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബൈ.